എന്റെ വല്യമ്മേന്റെ വീട് ഇവിടുന്ന് കുറച്ചും കൂടി പോണപ്പാ. മോക്ക് നടക്കുമ്പോ എന്താ ഒരു പോലെ ആകുന്നുണ്ടാ? കുറച്ച് ഇനി അത്രയും എത്താനായപ്പ കേട്ടാ. ഇത്രയായി നടക്കുന്നല്ല മോളെ. അയ്യോ അയ്യോ അന്റെ മോളെ ആരോ കൂട്ടി പോയപ്പോ ഒരിക്കലും ബാപ്പോ ഒരിക്കൽ മോളെ ആരെങ്കിലും കൂട്ടപ്പോ എടിയോ കൂട്ടി പോയിട്ടാപ്പാ ആരെങ്കിലും പാഞ്ഞു ബാപ്പോ ആരോ ഒരു ഭ്രാന്തനങ്ങാനും എന്റെ മോളെ കൂട്ടി പിടിച്ചു വലിച്ചു പോയിട്ടുണ്ടപ്പോ. നോക്കാലോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുട്ടിയെ തട്ടി പോന്നെ ഇവരൊന്നും ചെയ്യണ്ടെന്നാ കുട്ടീനെ തട്ടിക്കൊണ്ടു പോ. ഞാൻ ഇപ്പൊ പിടിച്ചേർന്ന് നിങ്ങൾ അറിഞ്ഞിട്ടേ പറയുന്നേ. മാഷേ എണീക്ക് മാഷേ. മാഷേ ഇത് ഏട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ മാഷി എനിക്ക് അറിയുന്നത്. ഞാൻ പഠിച്ച സ്കൂളിലെ മാഷായിരുന്നു അത്. ഇപ്പം എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലേക്കല്ലേ കുട്ടികളെ കൊണ്ടുപോകുന്നത്. മാഷ് സ്കൂളിന് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കുറഞ്ഞ് മാഷ പണിയും പോയി എല്ലാം കൂടെ മാഷക്ക് സമനില തെറ്റിപ്പോയതാണ്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശത്തിലും അല്ല മാഷ ആ കുട്ടിയെടുത്ത് ഓടിയത്. അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ മാഷ് സ്വാഭാവിക മാഷ എപ്പോൾ അങ്ങനെയാണ്. ഓ അതെയാ നമ്മളറിയില്ലേനും കേട്ടാ. എന്നാ എല്ലാരോടും നമ്മൾ പോട്ടെ, കൊണ്ട് വീട്ടിൽ പോട്ടെ. എന്നാ മാഷേ എല്ലാരും പേടിച്ചു അല്ലേ. വീട്ടിൽ ചെല്ലേട്ടാ. എന്റെ വല്യമ്മേന്റെ വീട് ഇവിടുന്ന് കുറച്ചും കൂടി പോണപ്പാ. മോക്ക് നടക്കുമ്പോ എന്താ ഒരു പോലെ ആകുന്നുണ്ടാ? കുറച്ച് ഇനി അത്രയും എത്താനായപ്പ കേട്ടാ. ഇത്രയായി നടക്കുന്നല്ല മോളെ. അയ്യോ 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 അന്റെ മോളെ ആരോ കൂട്ടി പോയപ്പോ ഒരിക്കലും ബാപ്പോ ഒരിക്കൽ എന്റെ മോളെ ആരെങ്കിലും കൂട്ടപ്പോ എടിയോ കൂട്ടി പോയിട്ടാപ്പാ ആരെങ്കിലും പാഞ്ഞു ബാപ്പോ ആരോ ഒരു ഭ്രാന്തനങ്ങാനും എന്റെ മോളെ കൂട്ടി പിടിച്ചു വലിച്ചു പോയിട്ടുണ്ടപ്പോ. നോക്കാലോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുട്ടിയെ തട്ടി പോന്നെ കുട്ടിയെ തട്ടി പോന്നെ ആണുങ്ങളാന്ന് വെച്ചാ